ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഒണിയൻ ചപ്പാത്തിയും ഒരു ഈസി തക്കാളിക്കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയിൽ ചേർക്കാനായിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, നല്ല കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്ന പോലെ. കുറച്ച് മല്ലിയിലയും വേണം. അപ്പോൾ ഞാനിന്നത് ഒരു വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ടാണ് ഈ ഒരു സവാള അരിയാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. നമ്മൾ മാവിൽ ചേർത്ത് കുഴച്ച് പരത്തിയെടുക്കുന്ന സമയത്ത് ഒത്തിരി വലിയ പീസുകളാണെങ്കിൽ ചപ്പാത്തി നമുക്ക് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി ഒരു ബൗളിലോട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോളയും മല്ലിയിലയും ചേർക്കാം. ഇത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടി, ജീരകമൊക്കെ ചേർത്തും ഈ ഒരു ഓണിയൻ ചപ്പാത്തി ഉണ്ടാക്കും. ഞാൻ ഇന്നിപ്പോൾ ജസ്റ്റ് ഈ സവോളയും മല്ലിയിലയും മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്തു. ഒത്തിരി സോഫ്റ്റായി പോകണ്ട കേട്ടോ മാവ്, കാരണം സവോള ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിനകത്തുനിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഒത്തിരി സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ ചപ്പാത്തി ഓരോന്നും ചുട്ട് ഒരു കാസറോളിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണയൊന്ന് തടവി വെച്ചാൽ നല്ലതാണ്. അതിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഒണിയൻ ചപ്പാത്തി അല്ലെങ്കിൽ ഒണിയൻ പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടച്ചു മാറ്റി. ഇതിൻ്റെ കൂടെ ഞാനിന്നൊരു ഈസി തക്കാളിക്കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ മദറിലോയുടെ ഹസ്ബൻഡ് അമ്മയുടെ റെസിപ്പി ആട്ടോ. നല്ല പഴുത്ത 4 തക്കാളി എടുത്ത് ഇതുപോലെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് വയ്ക്കണം. ഇനി ഒരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുക. ഏകദേശം ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി നല്ല വെന്ത് ഉടഞ്ഞു വരണം. ആ സമയത്ത് നമുക്ക് പൊടികളെല്ലാം ഒരു പാത്രത്തിൽ എടുത്ത് വെക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 5 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതിനകത്ത് വേറെ ഗരം മസാല, അതുപോലെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും ചേർക്കാത്തൊരു കറിയാണ് കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കഴിയുമ്പം വേറൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇടാം. ഇനി നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ഒരുമിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയിലോട്ട് നേരിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ പൊടികൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. നമ്മൾ വേവിച്ച് വെച്ചാൽ തക്കാളിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഇതിനകത്തേക്ക് ആവശ്യത്തിന് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1.5 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് കറി എത്ര ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് പാലൊഴിക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി തക്കാളി കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.